മരത്തിൽ നിന്ന് വീണ ഉണങ്ങിയ ഇല പോലെ തോന്നിക്കുന്ന ഒരു ബട്ടർഫ്ലൈയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഏതാണ്ട് പൂർണ്ണമായും ട്രാൻസ്പെറന്റായി കടലിന്റെ അടിയിൽ ഒളിച്ചു കിടക്കുന്നതിനാൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് പോലുമില്ലാത്ത ലോകത്തിലെ 10 ഇൻവിസിബിൾ മൃഗങ്ങളെ അഥവാ അദൃശ്യ മൃഗങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെപ്റ്റോസെഫാലസ്. മീനുകൾ മുട്ടയിടുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ അതിജീവിക്കൂ എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. കാരണം ബാക്കിയുള്ളവയെ മറ്റു മീനുകളോ വലിയ മൃഗങ്ങളോ തിന്നുതീർക്കും. എന്നാൽ ലെപ്റ്റോസെഫാലസ് എന്നത് സ്വയം ഒളിച്ചിരിക്കാൻ വളരെ കഴിവുള്ള ഒരുതരം കടൽ ജീവികളുടെ ലാർവൽ സ്റ്റേജാണ്. ഈ ജീവി ഒരു മീനിനെ പോലെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഈലുകളുടെയും അതുപോലെയുള്ള ചില മീനുകളുടെയും ലാർവൽ രൂപമാണ്. മുട്ട വിരിഞ്ഞ് പുറത്തുവരുമ്പോൾ മറ്റ് സമുദ്രജീവികളിൽ നിന്ന് ഇവ വലിയ അപകടം നേരിടുന്നു. എന്നാൽ ഇവ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഇവയുടെ ശരീരം മുഴുവനായും ട്രാൻസ്പെറന്റായി മാറും. ഈ കുഞ്ഞുങ്ങൾ ഏകദേശം 3 മാസത്തോളം ട്രാൻസ്പെറന്റായി തുടരും. 3 മാസത്തിന് ശേഷം അവയ്ക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവ സാധാരണ രൂപത്തിലേക്ക് മടങ്ങിയെത്തും. ഇത് അവർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു അതിജീവന തന്ത്രമാണ്. ഇത് അവർക്ക് ദീർഘകാലം അതിജീവിക്കാൻ സഹായിക്കുന്നു. ഇവയുടെ ശരീരം മുഴുവനായും അവയവങ്ങൾ പോലും കൂടുതലും ട്രാൻസ്പെറന്റായി മാറുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് വെള്ളത്തിലെ മറ്റു വലിയ മൃഗങ്ങൾക്ക് ഇവയെ കാണാൻ പ്രയാസമാക്കുന്നു. ലീഫ് ഇൻസെക്റ്റ്. നിങ്ങളോട് ഒരു പ്രതിമയെപ്പോലെ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം അനങ്ങാതെ നിൽക്കാൻ കഴിയും? നിങ്ങളിൽ 99% ആളുകളും കുറച്ചു സമയത്തിനുള്ളിൽ ചലിക്കാൻ തുടങ്ങും. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തെ അത്രയധികം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ലീഫ് ഇൻസെക്റ്റ് എന്നത് അപകടം മനസ്സിലാക്കുമ്പോൾ ഒട്ടും ചലിക്കാത്ത ഒരു ജീവിയാണ്. ഇവയെ കണ്ടാൽ ആരും കബളിപ്പിക്കപ്പെടും. കാരണം ഇവ കൃത്യമായും ഒരു ഇല പോലെയാണ് കാണപ്പെടുന്നത്. ഒരു മരത്തിന്റെ ഇലകളിൽ ഇരിക്കുമ്പോൾ ഇത് ഇലയാണോ അതോ ജീവിയാണോ എന്ന് ആളുകൾക്ക് സാധാരണയായി തിരിച്ചറിയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇത് പല കാട്ടുമൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ ഇവ ഇങ്ങനെ ചെയ്യുന്നത്. അപകടം മനസ്സിലാക്കുമ്പോൾ ആരും കാണാതിരിക്കാൻ ഇതൊരു പ്രതിമയെപ്പോലെ പൂർണ്ണമായും നിശ്ചലമാകും. ലീഫ് ടെയിൽഡ് ഗെക്കോ. ഇതിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒളിഞ്ഞുകിടക്കുന്ന ജീവി എന്ന് വിളിച്ചാൽ തെറ്റില്ല. കാരണം ഇത് മരങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താൻ തികച്ചും പ്രയാസമാണ്. ഒരു മരത്തിൽ ഇതിനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഒബ്സർവേഷൻ ആവശ്യമാണ്. ഈ വിചിത്രമായ പല്ലിവർഗം മഡഗാസ്കർ ദ്വീപിലാണ് കാണപ്പെടുന്നത്. ഇത് സ്പീഷീസ് അനുസരിച്ച് പല നിറങ്ങളിലും കാണപ്പെടുന്നു. ഇത് മരത്തിൽ ഒട്ടിപ്പിടിച്ച ഉണങ്ങിയ ഇലകൾ പോലെ തോന്നിക്കുന്നു. ഇത് മരത്തിൽ ഇതിനെ കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാക്കുന്നു. അതുമാത്രമല്ല ഇതിന് പരിസ്ഥിതിക്കനുസരിച്ച് അതിന്റെ നിറം ചെറുതായി ക്രമീകരിക്കാനും കഴിയും. ഗെക്കോയുടെ ഈ മറഞ്ഞിരിക്കാനുള്ള കഴിവ് കാരണം ഇതിന് ഭക്ഷണം തേടി മറ്റെവിടെയും പോകേണ്ടതില്ല. പകരം പ്രാണികൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ അടുത്തേക്ക് വരുന്നു. ഇത് ആ പ്രാണികളെ വേട്ടയാടി ഭക്ഷിക്കാറുണ്ട്. 7. പിഗ്മി സീഹോഴ്സ്. കടലിലെ എല്ലാ ചെറിയ ജീവികൾക്കും അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് വലിയ ജീവിക്കും അവയെ എളുപ്പത്തിൽ ഇരയാക്കാൻ കഴിയും. പിഗ്മി സീഹോഴ്സ് വളരെ ചെറിയ ഒരു കടൽ ജീവിയാണ്. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിന്റെ വലുപ്പം ഏകദേശം 2 സെന്റിമീറ്റർ മാത്രമാണ്. അതിനാൽ ഈ ജീവി എത്ര ചെറുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. ഈ ജീവി ജപ്പാൻ, ഇന്തോനേഷ്യ, വടക്കൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ കടലുകളിലാണ് കാണപ്പെടുന്നത്. 10 മുതൽ 40 മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ സമുദ്രത്തിൽ കാണുന്നത്. ഈ ജീവി ഒളിച്ചിരിക്കുന്നതിൽ വളരെ വിദഗ്ധനായതിനാൽ മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് മൃഗങ്ങൾക്കും പോലും ഇതിനെ എളുപ്പത്തിൽ കാണാൻ കഴിയില്ല. ഇവയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സീ ഫാൻസിലാണ് അഥവാ സോഫ്റ്റ് കോറൽസിലാണ് ചിലവഴിക്കുന്നത്. കോറലിന്റെ നിറത്തിനും ടെക്സ്ചറിനും അനുസരിച്ച് ഇവ അതിന്റെ ശരീരത്തിന്റെ നിറവും ആകൃതിയും മാറ്റുന്നു. ഇതിനെ കണ്ടെത്തുന്നത് ഏതാണ്ട് അസാധ്യമാണ്. നിങ്ങൾ കോറൽ കയ്യിൽ പിടിച്ചാൽ പോലും ഈ ജീവിയെ ശ്രദ്ധിച്ചെന്ന് വരില്ല. ശാസ്ത്രജ്ഞർ ഈ ജീവിയെ അന്വേഷിക്കുമ്പോൾ ഇതിന് 2 നിറങ്ങൾ മാത്രമേ മാറ്റാൻ കഴിയൂ എന്നാണ് അവർ കരുതിയിരുന്നത്. ഓറഞ്ച് മുഴകളോടുകൂടിയ മഞ്ഞയും ചുവന്ന മുഴകളോടുകൂടിയ പിങ്കും. എന്നാൽ 2014 2 കുഞ്ഞ് പിഗ്മി സീഹോഴ്സുകളിൽ ഒരു പരീക്ഷണം നടത്തി അവയെ ഒരു പർപ്പിൾ സീ ഫാൻ അക്വേറിയത്തിൽ വെച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അവയുടെ നിറം പർപ്പിളായി മാറുകയും ചെയ്തു. ഇത് വ്യത്യസ്ത കോറൽ നിറങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അതിന്റെ കഴിവ് ശാസ്ത്രലോകത്തിനു മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. ഈസ്റ്റേൺ സ്ക്രീച്ച് ഓൾ. ഈ മൂങ്ങ വളരെ സമർത്ഥനായ വേട്ടക്കാരനാണ്. ഇതിന് ഏത് ഉണങ്ങിയ മരത്തിലും ഇരുന്നുകൊണ്ട് അന്തരീക്ഷവുമായി ലയിക്കാൻ കഴിയും. ഇത് ഒരു മരത്തിലിരിക്കുമ്പോൾ അതിന്റെ തൂവലുകൾ കാരണം ഇതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയില്ലെങ്കിൽ ഇതിനെ കാണാൻ കഴിയില്ല. ഇതിന്റെ കണ്ണുകൾ പോലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടുമായി പൊരുത്തപ്പെടുന്നു. ഇതിങ്ങനെ ഒരു മരത്തിലിരിക്കുമ്പോൾ പരിചയസമ്പന്നരായ പക്ഷി നിരീക്ഷകർക്ക് പോലും ഈ മൂങ്ങയെ കാണാതെ പോകാൻ സാധ്യതയുണ്ട്. ഈ മൂങ്ങ ഉണങ്ങിയ മരങ്ങളിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കൂടാതെ അതേ മരത്തിലെ മാളങ്ങളിലും കൂടൊരുക്കുന്നു. 5. ഡെക്കറേറ്റർ ക്രാബ്. ഈ ഞണ്ട് സ്പൈഡർ ഡെക്കറേറ്റർ ക്രാബ് എന്നും അറിയപ്പെടുന്നു. കാരണം ഇതൊരൽപ്പം സ്പൈഡറിനെ പോലെ കാണപ്പെടുന്നു. ഈ ഞണ്ട് കാലിഫോർണിയ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, മാലിദ്വീപ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്.
ബയോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഈ ഞണ്ട് പല കടൽ മൃഗങ്ങൾക്കും ഒരു വളരെ സാധാരണ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് പല വലിയ കടൽ ജീവികളും ഈ ഞണ്ടിനെ വേട്ടയാടാനായി ചുറ്റിനടക്കുന്നത്. എന്നാൽ ഇതിന്റെ ശരീരം വളരെ അസാധാരണമാണ്. ഇതിന്റെ ശരീരം മുഴുവൻ ചെറിയ കൊളുത്തുകളുള്ള രോമങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ഇതിനെ കണ്ടാൽ ഇതൊരു മൃഗമാണെന്ന് ആരും എളുപ്പത്തിൽ തിരിച്ചറിയില്ല. ഇത് കൃത്യമായും ഒരു സസ്യവസ്തു പോലെ തോന്നുന്നു. ഇത് കാഴ്ചയിൽ മാത്രമല്ല ഒരു സസ്യം. ഈ രോമങ്ങളുടെ സഹായത്തോടെ ഈ ഞണ്ട് ആൽഗകൾ, സ്പോഞ്ചുകൾ, മറ്റു വസ്തുക്കൾ എന്നിവയെ കാമഫ്ലാജിനായി അതിന്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇത് ഒരു സസ്യം നിറഞ്ഞ പ്രദേശത്തിനടുത്തേക്ക് പോകുമ്പോൾ അത് അതേ വസ്തുക്കൾ കൊണ്ട് സ്വയം മൂടുന്നതിനാൽ കുറച്ച് സമയത്തിന് ശേഷം അന്തരീക്ഷവുമായി ലയിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഞണ്ടിനെ കടലിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളത്. 4. ഡബിൾ സ്കോർപിയൻ ഫിഷ്. ഈ മീൻ വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ മത്സ്യമാണ്. ഇതിന്റെ പരുപരുത്ത ചെകുത്താനെപ്പോലെയുള്ള രൂപത്തിൽ നിന്നാണ് ഡബിൾ സ്കോർപിയൻ ഫിഷ് എന്ന പേര് വന്നത്. ഈ മീൻ അപ്രത്യക്ഷമാകുന്ന രീതി വളരെ യൂണീക്കാണ്. ഈ മീൻ എവിടെ ഇരിക്കുന്നുവോ അവിടുത്തെ നിറവും അതുപോലെ പാറ്റേണുകൾ പോലും അതിന്റെ ശരീരത്തിലേക്ക് പകർത്തുന്നു. മറ്റ് സ്കോർപിയൻ ഫിഷുകളെപ്പോലെ ഈ മീനിന് അതിന്റെ ശരീരത്തിൽ വിഷഗ്രന്ഥികളുണ്ട്. ഇത് അതിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. മറ്റ് സമുദ്രജീവികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് ഒളിച്ചിരിക്കുന്നു. കൂടാതെ അപകടം തോന്നിയാൽ വേട്ടക്കാരനെ പേടിപ്പിക്കാൻ ഇത് അതിന്റെ വർണ്ണാഭമായ ചിറകുകൾ പുറത്തെടുക്കും. ഈ മീനിന്റെ വിഷം സാധാരണയായി മനുഷ്യർക്ക് മാരകമല്ല, എന്നാൽ ഇത് ഗുരുതരമായ വേദനയ്ക്കും പരിക്കിനും കാരണമാകും. 3. ബഫ് ടിപ്പ് മോത്ത്. ഈ ബഫ് ടിപ്പ് മോത്ത് ലോകത്തിലെ ഏറ്റവും നന്നായി കാമഫ്ലാജ് ചെയ്യപ്പെട്ട പ്രാണികളിൽ ഒന്നാണ്. ഇതിന് പ്രധാന കാരണം ഇതിന്റെ രൂപം കൃത്യമായും ഒരു പൊട്ടിയ ബിർച്ച് മരത്തിന്റെ കഷ്ണം പോലെ തോന്നുന്നു എന്നതാണ്. ഈ ജീവിയുടെ വീഡിയോയും ഫോട്ടോകളും ഇപ്പോൾ കാണുന്ന മിക്ക ആളുകളും ഇതൊരു മരക്കഷ്ണമാണെന്ന് കരുതിയിരിക്കും. എന്നാൽ ഇത് മരമല്ല, ഒരു പ്രാണിയാണ്. ഇതിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള നിറം ഒരു പൊട്ടിയ മരക്കഷ്ണം പോലെ തോന്നിക്കുന്നു. ഇവ കൂടുതലും തോട്ടങ്ങളിലും കാടുകളിലുമാണ് കാണപ്പെടുന്നത്. കൂടാതെ യൂറോപ്പിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവയെ കൂടുതൽ കാണുന്നത്. ഇവ മരത്തിന്റെ തൊലിക്കുള്ളിലോ ഇലകൾക്കിടയിലോ പ്യൂപ്പയായി ഒളിച്ചാണ് മുഴുവൻ ശൈത്യകാലവും ചിലവഴിക്കുന്നത്. ഇതിന് ചിറകുകളുമുണ്ട്. ചിറകുകൾ തുറക്കുമ്പോൾ ഇതിനെ എളുപ്പത്തിൽ കാണാൻ കഴിയും. 2. റൈറ്റ് ഫ്ലൗണ്ടർ. ഫ്ലൗണ്ടർ ഒരുതരം ഫ്ലാറ്റ് ഫിഷാണ്. ഇതിന്റെ ശരീരം കാണാൻ വളരെ പ്രയാസമാണ്, കാരണം ഇത് കടലിന്റെ അടിത്തട്ടിൽ പരന്നു കിടക്കുന്നു. ചില സ്പീഷീസുകൾ ലാർവകളായിരിക്കുമ്പോൾ ഭാഗികമായി ട്രാൻസ്ലൂസന്റ് ആണ്. എന്നാൽ വളർന്നു കഴിഞ്ഞാൽ അവ ട്രാൻസ്പെറൻസിയേക്കാൾ കൂടുതലും കാമഫ്ലാജിനെയാണ് ആശ്രയിക്കുന്നത്. ഈ മീൻ കൂടുതലും കടലിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പരന്നിരിക്കുന്നത്. കൂടാതെ അന്തരീക്ഷവുമായി ലയിക്കുന്നതിനൊപ്പം ഇത് മണലിൽ സ്വയം പൂഴ്ത്തിയിടുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റു ജീവിക്കും ഇതിനെ കാണാൻ കഴിയില്ല. ഈ കഴിവ് കാരണം ഫ്ലൗണ്ടറിനെ കണ്ടെത്തുന്നത് ഏതാണ്ട് അസാധ്യമാവുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അതിന്റെ ഇരയെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും. ഈ ഫ്ലൗണ്ടർ ജനിക്കുമ്പോൾ ലാർവയാണ്. എന്നാൽ വളർച്ചയെത്തുമ്പോൾ അതിന്റെ വലിപ്പം കൂടുകയും കടലിന്റെ അടിയിൽ നീന്തുമ്പോൾ ഇവയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് അതിന്റെ നിറം മാറ്റാനും കഴിയും. 1. ലീഫ് ബട്ടർഫ്ലൈ. ഇനി അവസാനമായി 1-ാം സ്ഥാനത്തുള്ള ലീഫ് ബട്ടർഫ്ലൈയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല ബട്ടർഫ്ലൈകളെയും കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇത്രയധികം നന്നായി അദൃശ്യമാവാൻ കഴിവുള്ള ഈ ബട്ടർഫ്ലൈയെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതിനെ ആദ്യമായി കാണുമ്പോൾ ഇതൊരു ഉണങ്ങിയ ഇല മാത്രമാണെന്ന് തോന്നും. കാരണം ഈ ബട്ടർഫ്ലൈ അങ്ങനെയാണ്. ഇത് കൃത്യമായും ഒരു ഉണങ്ങിയ ഇല പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇത് വളരെ യൂണീക്കും വളരെ വിരളമായ ഒരു ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈയെ കാട്ടിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാട്ടിൽ നിലത്ത് ഇതിനകം തന്നെ ധാരാളം പൊട്ടിയ ഇലകൾ ചിതറിക്കിടക്കുന്നുണ്ടാകും. ഈ ബട്ടർഫ്ലൈ ആ ഇലകൾക്കിടയിലിരുന്നാൽ നമുക്കിതിനെ കണ്ടെത്താൻ ഇനിയും പ്രയാസമാകും. ഈ ബട്ടർഫ്ലൈയെ നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. ഈ ബട്ടർഫ്ലൈയുടെ ചിറകുകൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഉണങ്ങിയ ഇലകൾ പോലെ തോന്നുമെങ്കിലും അകത്തുനിന്ന് അവ വളരെ വർണ്ണാഭമായതും വളരെ മനോഹരവുമായിരിക്കും. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ജീവിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തുടങ്ങിയ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.